മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകുന്ന മറുപടി കാണാം. അവിശ്വാസ പ്രമേയ ചർച്ച 18/1/2025 നടത്താൻ നിശ്ചയിച്ചിരുന്നു. 25-അംഗ നഗരസഭയിൽ 13 അംഗങ്ങൾ LDFും 11 അംഗങ്ങൾ UDFും ഒരാൾ സ്വതന്ത്രനുമാണ്. അവിശ്വാസ പ്രമേയ അവതരണ ഘട്ടത്തിൽ ക്രമസമാധാനം ഉറപ്പാക്കണമെന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് ആവശ്യമായ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരുന്നു. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ LDFിലെ കലാരാജുവിനെ നഗരസഭാ ചെയർപേഴ്സൻ്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതായി പരാതിയുണ്ടായിട്ടുണ്ട്. CPIM കൗൺസിലറായ കലാരാജുവിനെ ചെയർപേഴ്സൻ്റെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ വേണ്ടിയായിരുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ച് UDF കൗൺസിലർമാരും പ്രവർത്തകരും നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന നിലയുണ്ടായി. സംഭവത്തിൽ കൗൺസിലറുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 61/2025 കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു. കലാരാജു വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുകയും തുടർന്ന് അവരെ കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പിറവം MLAയുടെ നേതൃത്വത്തിൽ 25ഓളം പേർ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ മുൻവശത്ത് പ്രവേശന കവാടത്തിൽ നിയമവിരുദ്ധമായി കുത്തിയിരുന്ന് മാർഗതടസ്സം സൃഷ്ടിച്ചതിന് ക്രൈം നമ്പർ 65/2025 UDF പ്രവർത്തകരെ CPIM പ്രവർത്തകർ മർദ്ദിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 63/2025 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു. നഗരസഭാ ചെയർപേഴ്സനെ UDF പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 64/2025 ഒരു കേസും ജാഥ നടത്തി മാർഗതടസ്സം സൃഷ്ടിച്ചതിന് ക്രൈം നമ്പർ 68/2025 മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. സ്ഥലത്ത് സംഘർഷാവസ്ഥയോ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളോ നിലവിലില്ല. ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പോലീസ് സ്വീകരിച്ചു വരുന്നു. ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല.